വേനലിൽ പൊള്ളാതെ എല്ലാം പരിചയപ്പെട്ടോ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ അത്. നോക്കിയേ സിഗ്നല് സാധനം കൂടോത്ര ഇത് ആര് വെച്ചിട്ടുണ്ട്? ദ്രാസ്വിച്ചെ ഫ്രം റഷ്യ. അപ്പൊ നമ്മള് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവള് പറയണ ഒന്നും നിങ്ങൾ കേൾക്കണ്ടാലോ, കുറച്ച് ഉറക്കെ സംസാരിക്കണം. ഒന്നാമത് നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാരായി പറയുന്നു ഒന്ന് റഷ്യ കാണിച്ചായിട്ട്. നിങ്ങൾ അപ്പാർട്ട്മെന്റ് മാത്രം കാണിച്ചവരോ? അമേരിക്ക അല്ല, അതല്ല, റഷ്യന്റെ ഒരു റീജിയണൽ ഏരിയ എന്ന് പറയും. ഒരുപാട് ഡെവലപ്ഡ് ഒന്നല്ല, ഇത് ഡെവലപ്ഡ് ഒരു സിറ്റി ആയിക്കൊണ്ടിരിക്കും. ഷിങ്കുവിന് എന്താ അറിയോ, റഷ്യനെ കുറിച്ച് താത്തി പറയാനേ പാടില്ല, ഏറ്റവും നല്ലത് കാണിക്കണം. അപ്പൊ അങ്ങനെയല്ല ഞാൻ കൊറേ പേരൊക്കെ ചോദിച്ചു ഇങ്ങനെ പൊട്ടിപ്പോളുന്ന റോഡ് പൊട്ടിപ്പോളുന്നത് അല്ല. ഇവിടൊക്കെ അടുത്ത ഇത് സമ്മർ നമ്മളാണ് ഇവിടെ പണിയെടുക്കുക. കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാല് സമ്മർ ടൈമിലാണ്. എന്നാലേ വിന്റർ ടൈമിൽ അവർക്ക് സ്നോ ഇങ്ങനെ കോരിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞി പൊട്ടിപ്പൊളിന് എന്തെങ്കിലും വന്നാൽ തന്നെ അവര് ഫുള്ള് മൊത്തം റോഡിനെ പൊളിച്ചിട്ട് വീണ്ടും പണി ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു ക്രിസ്ത്യൻ പള്ളീൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ, കാത്തലിക് പള്ളിയാന്ന് തോന്നുന്നു, അതിനാ തുടങ്ങുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മുസ്ലിം പള്ളി ഉണ്ടോയെന്ന് ആരോ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഉണ്ട്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. അതന്നെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഉള്ളിൽ പോകണ്ട, നമുക്ക് ഇങ്ങനെ ഇത് റിവർ സൈഡാണ്, ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ പകൽ കാഴ്ചകൾ ഇപ്പോൾ വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. പിന്നെ തണുപ്പ് തുടങ്ങിയിട്ടോ, നല്ല രീതിയിൽ നടക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ സോവിയറ്റ് യൂണിയൻ ടൈമിലുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഹിസ്റ്ററി അറിയണം ഷിങ്കു. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകാം. നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം സെപ്റ്റംബർ മാസം, അതായത് അടുത്ത മാസം മുതൽ കനത്ത തണുപ്പ് തുടങ്ങും ഇവിടെ. അപ്പോൾ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി കണ്ടോ, ഈ മരത്തിൽ നിന്നൊക്കെ ഇല കൊഴിഞ്ഞു തുടങ്ങി, മഞ്ഞ കളറായി. ഇതാട്ടോ ഇവിടുത്തെ ടാക്സി, യാൻഡെക്സ് ടാക്സി കണ്ടോ, ഇലകൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ റിവർ സൈഡിലേക്കാണ് പോണത്. ആ ഏരിയയൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് റഷ്യത്തെ വാഹനങ്ങൾ. എല്ലാം ഉണ്ട്. ഉണ്ടായി ക്രെറ്റ മെയിനാണ് അവിടെ. ക്രെറ്റ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇതെന്താ സാധനം? കൂടോത്ര ഇത്? കിളിക്കൂടോ? ഓ, കിളിക്കും കൂടോ? അടിപൊളി. വിന്റർ ആയി കഴിയുമ്പോൾ ഒരു കിളിക്ക് നാട്ടിട്ട് തീറ്റ വെച്ചു. ഓക്കെ ഓക്കെ. ഇവിടുത്തെ ഒരു മാളാണ് കേട്ടോ. ഈ ഒരു ടൗണിൽ എത്ര മാളുണ്ട് ശിങ്കു? ഈ ടൗണില് 4 മാള്. അത് ഇവിടുത്തെ നല്ലൊരു ഹോട്ടൽ ചെയിനാണ് തോന്നുന്നു. നല്ല രസമില്ലേ കാണാനൊക്കെ? ഇത് ഇവിടുത്തെ ഒരു മാള്. ഇനി നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ബിൽഡിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പോസ്റ്റ് ഓഫീസ് പോലെ അല്ലേ? ഈ റെഡ് കളറൊക്കെ കാണുന്നു. ഇതുണ്ടോ ഇവിടെ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ബർഗർ കിങ് ഉണ്ട്. 2 ബർഗർ കഴിച്ചിട്ട് പോയാലോ? നമ്മൾ ഇവിടുത്തെ റിവർ സൈഡ് എത്തി. ഇതാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണത്. നല്ല അടിപൊളി ഏരിയ ആണ്. ഇതാണ് ആർട്ടിക് റീജിയൻ അല്ലേ ശിങ്കു? ആർട്ടിക് റീജിയൻ. ഇത് ഈ കാണുന്ന ലേക്കൊക്കെ മഞ്ഞുകാലത്ത് ഐസ് ഉറഞ്ഞു കിടക്കും, ഫ്രോസൺ ആവും. അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. ഐസ് മലയാളം അല്ലേ? ഐസിന്റെ മലയാളം എന്താ? ഐസിന്റെ മലയാളം എന്തോ ഓർമ്മയില്ല. ഇതൊക്കെ ഇവിടുത്തെ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ടൈമിലുള്ള വണ്ടികളാന്ന് തോന്നുന്നു. ഇതും പൊടി വണ്ടിയൊക്കെ കിടു വണ്ടികൾ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ലേക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളുണ്ട്, വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മള് കണ്ട പള്ളി. അപ്പൊ ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ടാണ് ഈ റിവർ സൈഡിലൊക്കെ പോയിട്ട്
എൻജോയ് ചെയ്യാം. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. അതായത് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ഈ ഷിപ്പോ ബോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഐലൻഡിൽ പോവാം. അവിടെ നല്ല ബെറീസ്, സ്ട്രോബെറീസ്, പിന്നെന്താ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കാണാം. പക്ഷെ അത് ഇവിടുന്ന് ഒരു ബോട്ട് പിടിച്ചിട്ട് വേണം പോവാൻ. ഇതാട്ടോ ബോട്ട്. ഇതുപോലത്തെ ബോട്ട് വേണം പിടിച്ചിട്ട് പോയി. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. എന്താ രസമല്ലേ, ഭംഗി. നമ്മളെ നാട്ടിലും ഇതേപോലെ കായലും പുഴയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഭംഗി കിട്ടണില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. അയ്യവ, ഓ ഇവിടെ താമസിക്കുകയെങ്കിൽ പൊളിക്ക്. നമുക്കൊരു വീടെടുത്തല്ലോ ഇവിടെ, എന്നും ഇത് കണ്ടിങ്ങനെ എണീക്കാം. മൊക്ക് ക്രാബ 36. മോസ്കുവ 36 നടത് വായിക്കുക. അല്ല, അപ്പോൾ റഷ്യയിൽ എഴുത്ത് അക്ഷരമില്ല, നമ്പർ 1 2 3 4 എന്ന് റഷ്യയിൽ എഴുതാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ തന്നെയാ? ഓക്കെ. ശിങ്കു എനിക്ക് 1 മുതൽ 10 വരെ പഠിപ്പിച്ചു തരാം. പറയും 1. അതൊക്കെ പറയും, എല്ലാവർക്കും ഒന്നും മനസ്സിലാവട്ടെ. 1 2 10 വരെ പതുക്കെ പറയും. അതല്ല, 1 മുതൽ 10 വരെ പതുക്കെ പറയും. 1 2 3 4 5 6 6 6 7 7 8 8 9 9 10 10. ഐ ലവ് യു എന്ന് എങ്ങനെ പറയാ? ഇനി 100 എന്താ പറയാ? ഹലോ ഹലോ, എന്നെ നേടിട്ട് ഞാനിന്നോട് ഷർട്ടൊക്കെ ഇട്ടാ. ഈ ഷർട്ട് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടോ? എനിക്കൊരു 100 രൂപ തരുമോന്ന് എങ്ങനെയാ പറയത്? അതല്ല, അത് ഹൗ മച്ച് ആണ് സ്കോൾക്ക? Давайте, пожалуйста, мне нужно 100 рублей. ഒരു 100 റുപ്യ തരുമെന്ന് ഇത്ര ചോദിക്കണം? Давайте means can you, давайте, excuse me, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര നയിപ്പാണല്ലോ ഇവിടെ ആൾക്കാർക്ക്. റഷ്യൻ ലാംഗ്വേജ് ഫസ്റ്റ് ഭയങ്കര ഹാർഡാ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. അതെല്ലാ ലാംഗ്വേജ് അങ്ങനെയാ. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ക്ലാസ്സിനൊക്കെ കട്ടടിക്കായിരുന്നു റഷ്യൻ. പിന്നെ ഞാനിവിടെ വർക്കിന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് പഠിച്ചത്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ആൾക്കാർക്ക് ഇരിക്കാനുള്ളതാണ്. ഇത് സിഗരറ്റ് വലിക്കാനുള്ള സിഗരറ്റ് വലിക്കാ, ഡസ്റ്റ്ബിൻ പോലത്തെ. ഇവിടെ സിഗരറ്റ് വലിച്ചിടാ. ഇവിടെ അത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ചാല് അമ്മയും മോളും അച്ഛനും ഒക്കെ കമ്പനി കൂടിയിട്ട് സിഗരറ്റ് വലിക്കും. അതിവിടെ മാത്രല്ല, ഇന്തോനേഷ്യ, എല്ലായിടത്തും, തായ്ലാൻഡ്, പിന്നെ വിയറ്റ്നാം അടക്കം അങ്ങനെ സിഗരറ്റ് വലിക്കും. ഇവിടെ ഫുള്ള് വലിക്കാറ്. ഇന്തോനേഷ്യ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് നെട്ടിയത് അങ്ങനെയാണ്. ഞാൻ ഇന്തോനേഷ്യ പോയി ഫസ്റ്റ് ദിവസം അവിടുത്തെ ഒരു ചെക്കൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഓൻ രാവിലെ ആയപ്പം ഞാനും ഓന് ഇങ്ങനെ കസേരയിൽ ഇരിക്കുക. അപ്പോൾ ഓന് സിഗരറ്റ് ഉണ്ടോ എൻ്റെ കയ്യിൽ. എന്നിട്ട് ഓൻ്റെ അമ്മേനോട് ഇങ്ങനെ ആ സിഗരറ്റ് ലാമ്പ് നിർത്തി. ഞാൻ ധരിച്ചുപോയി. നമ്മളെ പുരയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, കമ്പനി ജോയിന്റ് ആയിട്ട് വലിക്കൂല. അതന്നെ അമ്മേനോട് പറയാ സിഗരറ്റ് ലാമ്പ് എടുക്കട്ടെന്ന്. നമ്മളെ പുരയിൽ പറയാൻ പറ്റുമോ? ഞാൻ വലിക്കുന്നു വിചാരിക്കും. ഓക്കെ, നമുക്ക് നീ അങ്ങോട്ട് പോവാ. ഇവിടുത്തൊന്ന് കട്ട് ചെയ്യാം. നല്ല വിതലമിച്ച് കടൽ. ഇത് ഈ ലേക്കിന്റെ വരുന്ന നോർത്തേൺ ഡിവ്ന റിവറാണ്. റിവറാ. ഈ റിവർ ചെല്ലുന്ന ആർട്ടിക് ഓഷൻ. ഇത് ആർട്ടിക് ഓഷൻ തന്നെ. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ അത്. നോക്കിയേ, സിഗ്നല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ. അല്ല മനസ്സിലായേ, എല്ലാം സെറ്റപ്പിലാണ് അവിടെ തിരിയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റാണ്, സെറ്റപ്പാണ് കേട്ടോ ഗൈസ്. ഇവിടെ കണ്ടോ, പബ്ലിക്കായിട്ട് ചെറിയൊരു ജിമ്മും പിന്നെ സ്പോർട്സ് ഗ്രൗണ്ട് പോലെ ഇതൊക്കെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കേട്ടോ. കൊള്ളാല്ലേ. നമ്മൾ റിവർ സൈഡ് എത്താനായി. മരങ്ങളെ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി. നമ്മൾ റിവർ സൈഡ് എത്തിയിരിക്കുകയാണ്. ഇതാ
കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു ഹോട്ടലാട്ടോ. ആ ഹോട്ടലിൻ്റെ പേരെന്താ? പരാത്തോഫ്. ഇവിടെ റെസ്റ്റോറൻറ്റ് എന്താ പറയുക? റെസ്റ്റോറൻറ്റ് തന്നെ പറയാ. സോറി, ഇതാ അടുത്തൊരു പള്ളി. ഇതൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. ഇതിങ്ങനെ റിവർ സൈഡ് ഏകദേശം 4-5 കിലോമീറ്റർ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. ഇത് ഇവിടുത്തെ ലോറി കേട്ടോ, റഷ്യൻ ലോറി കണ്ടിട്ടുണ്ടോ? അതാണത്. ഇത് ലോറിയാണ്. ടാങ്കർ ലോറി. അടിപൊളി. പള്ളിയുണ്ട്. നമുക്ക് നോക്കിയോ, ഞാൻ ഈ റോഡിലോട്ട് ഇപ്പോൾ കയറാം. റോഡിലോട്ടല്ല, ഇതിലോട്ട് വാഹനമൊന്നും കയറ്റാൻ പാടില്ല. നമുക്കിങ്ങനെ നടക്കാനുള്ള സ്പേസാണിത്. അവിടെ ഒരു വാഹനം കയറ്റിയിട്ടുണ്ട്. അതിങ്ങനെ അത് ഇവിടത്തേക്ക് മാത്രം വന്നായിരിക്കും. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് നോക്കി. ഇതിങ്ങനെ നിരന്ന് കിടക്കുക അങ്ങറ്റം വരെ. അയ്യോ പൊളി. പിന്നെ സോവിയറ്റ് യൂണിയൻ യുദ്ധ ടൈം ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അതൊക്കെ കാണാം. ശിങ്കു, നിനക്കല്ലേ റഷ്യയെ കുറിച്ച് ആര് വെച്ചിട്ടുണ്ട്? ബീരങ്കി അല്ല, ബീരാൻകുട്ടീനെ. നാളെക്കേടാവട്ടോ ശിങ്കു. പീരങ്കി, ബീരങ്കി അല്ല. അയ്യോ കട്ടയും ബീരങ്കി പോലും. പീരങ്കി, ബീരങ്കി. ഇതേത് ഭാഷ? ഇതൊക്കെ റെസ്റ്റോറൻറ്റ് കേട്ടോ, വെള്ളത്തിലുള്ള ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്. ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നും ഇവിടെയൊക്കെ വന്ന് ജീവിക്കാൻ. ഒക്കെ എന്തൊരു വൃത്തിയും കാര്യങ്ങളാണ്. ആൾക്കാർക്ക് ഇരിക്കാനും ടൈം പാസ് ചെയ്യാനും എല്ലാം എന്തൊരു സെറ്റപ്പിലാക്കി വെച്ചിരിക്കുന്നു. നോക്കി, ഇവിടെ ഊഞ്ഞാലാടണക്കെന്ന് പറഞ്ഞിട്ട് വന്ന കാറ്റടിക്കുന്നുണ്ട്. ഇതിൽ കാറ്റടിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. വീഡിയോയിൽ ഇതാ ചൂണ്ടിടുന്നൊരു മനുഷ്യൻ, ചുണ്ട മനുഷ്യൻ. ഇത് കുട്ടികൾക്ക് കളിക്കാറുള്ളതല്ലേ? ഇത് കാണിച്ചു കൊടുക്ക്. മറ്റേ എന്താണ് 1 2 3 നമ്മളിങ്ങനെ എന്താണ് ഇതുവാ അങ്ങനെ എന്തോ ആണ് കേട്ടോ. കോയിൻസ് ഇരുന്നിട്ട് നമ്മൾ പണ്ട് കളിക്കണ്ടേനോ, എന്തായിരുന്നു അകമ്പറോ എന്തോ മറന്നുപോയി എൻ്റെ പേര്. കൊള്ളാം. ഈ വെയിലൊന്നും കണ്ട ഒടുക്കത്തെ തണുപ്പായി തുടങ്ങിയിരിക്കണേ. ഞാൻ അവിടുത്തെ സെറ്റപ്പുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആൾക്കാർക്ക് ഇവർ ഈ രാജ്യം ചെയ്തു കൊടുക്കുന്നത്, അതായത് ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കാറുള്ളത്, ഇവിടെ ചെസ് ബോർഡ്. ഇവിടെ ആൾക്കാർക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ കിടക്കുന്ന പോലെ ഇതൊക്കെ ഫ്രീ ആണ്. വേറൊരു കാര്യം കൂടി, ഇതൊന്നും ഇതുവരെ ഇവിടെ പൊളിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളും നല്ലതാണ്, സർക്കാരും നല്ലതാണ്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സർക്കാരെല്ലാം ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. പിന്നെ ജനങ്ങൾ നല്ലോണം നോക്കുന്നുമുണ്ട്. ഊഞ്ഞാൽ ഫ്രീ ആണ്. ഏത് ഊഞ്ഞാലാണോ അവിടെ ഒരു ഊഞ്ഞാൽ ഫ്രീ ഉണ്ട്. ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് രാജ്യത്ത് പോയ ഒരാളാണ്. ഒരുപാടില്ല, 29 രാജ്യം. നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഓരോന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കുന്നത്. ഇതൊക്കെ സൈക്കിള് കൊണ്ടുവന്നാൽ നിർത്തിയിടാനുള്ള വർക്ക് ചെയ്യുള്ളത്. ഇതിൽ കൊള്ളാം. ഇവിടുത്തെ റഷ്യൻ ചക്കനെ വളച്ചെടുത്തിട്ട് ഓളിൻ്റെ കൂടെ ആടുന്നുണ്ട്. തനിയായ ഒരാളാണ്. എല്ലാം പരിചയപ്പെട്ടോ? എന്താ പേര്? വാനിയനൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തുന്നലാണ് തന്നെ. ഇല്ലേ ഓനെ പിടിച്ച് തിന്നുമല്ലോ, അതുകൊണ്ട് തന്നവന്. പാവം ചക്കൻ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടുന്ന്. ഇവനാണ് ഇറങ്ങി കൊടുത്തത് നമുക്ക് വേണ്ടിയിട്ട്. എന്നാ വാ, ഞങ്ങള് പിന്നെ സൂഷി കഴിക്കാൻ പോവാ. നമുക്ക് സൂഷി കഴിക്കാൻ പോവാ. ഇവിടെ തണുപ്പ് കൂടി, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരുത്തര് പട്ടാളക്കാർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുള്ളി മീൻ പിടിക്കാൻ വരിക കേട്ടോ. ആണ് ഇവർക്ക് ഇത്ര വയസ്സ് ഒരു 40 or 45 വരെ പണിയെടുത്താൽ മതി. അതേയുമ്പം ഇവർക്ക്
എന്തോ 50,000-60,000 രൂപ പെൻഷൻ, വർക്ക് ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപ സാലറി. അപ്പം നമുക്ക് ഇനി ഇങ്ങനെ പോകാം. അതിന് റഷ്യൻ റൂബിൾസ് കാണിച്ചു കൊടുക്ക്. അതെടുത്തോ? നാളത്തെ വീഡിയോ കാണിച്ചു കൊടുക്കാം. നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണ്, ഈ തണുപ്പ് നമ്മള് മണ്ടത്തരം കാണിച്ച് നമ്മള് കോട്ടും സൂട്ടും ഒന്നും എടുക്കാണ്ട് വന്ന്. ഇത് ഇവിടുത്തെ കുഞ്ഞു ഷോപ്പാട്ടാ, തട്ടുകട. ചൊടുക്കത്തെ പൈസയാ. അപ്പം അയ്യോ ആരാണ് പറയണത്. അപ്പം ബൈ ബൈ പറയും ഈ റഷ്യൻ ലാംഗ്വേജിൽ. എനിക്കൊരു കാര്യം പറയണ്ട്. അതായത് എപ്പോ വീഡിയോ ഇട്ടാലും ഈ ചാനലിലല്ല, നിങ്ങളുടെ യാസിൻ വ്ളോഗ്സ് ചാനലായാലും എപ്പോ വീഡിയോ ഇട്ടാലും ഞാൻ ഇപ്പോഴും എല്ലാവരും കമന്റ് നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ വ്യക്തി എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഇങ്ങനെ കാണുന്ന ഒരു ആളാണ്. ആള് പേരെന്ന് വെച്ചാല് അതിലിട്ടേക്കുന്ന സൈതലവിക്കുട്ടി വാപ്പു. മൂപ്പര് അടിപൊളി കമന്റ് ആണ്, എല്ലാം വായിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാത്തിനും. കമന്റില് അല്ലല്ല, അത് ഇന്നെ മാത്രല്ല, നിങ്ങളെ മറ്റുള്ള വീഡിയോസിലും പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാം മുടങ്ങാണ്ട് കാണുകയും ചെയ്യും. എല്ലാത്തിലും ഇങ്ങനെ കമന്റ് ഇടുകയും ചെയ്യും. മൂപ്പരിങ്ങനെയാണ് വേണ്ടത്. നല്ല രസം കമന്റ് വായിക്കാൻ. ഒരേ സ്റ്റൈല്. റിയാദിൽ നിന്നും ആളുടെ പേരാണ് ഐഡിയ വായിച്ചത്, സൈതലവിക്കുട്ടി ബാപ്പു. ഓക്കെ. അപ്പം ഗൈസ് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. നാളെ കിടലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.